RSS എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലെ RSS എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട സംഭവമാണെന്ന് പഠിപ്പിച്ച RSSകാരോട് മിണ്ടരുത്, RSSകാരെ കണ്ടാൽ തുപ്പണം. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ, മദ്രസയെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഈ കലാകാരനായിട്ട് ക്ഷേത്രങ്ങളിലൂടെ നാടകം കളിച്ച് നടന്ന് ഹിന്ദുക്കൾ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണല്ലോ RSS ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ഇപ്പം രാഷ്ട്രീയപരമായിട്ടൊരു മാറ്റം വന്നു, മതപരമായിട്ടൊരു മാറ്റം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിലക്കുകളും ഒരുപാട് എന്താ പറയുക എതിർപ്പുകളും ഒക്കെ നേരിട്ടിട്ട് ശരിക്കും പറഞ്ഞ ഒരു റിസ്കി വേ ആയിരുന്നു 1921 എന്ന് പറയുന്ന സിനിമ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പൂർത്തിയാക്കാമെന്ന് പറയുന്നത്. ആ ഒരു റിസ്കി വേ സത്യം പറഞ്ഞു എത്രത്തോളം ഫലപ്രദമാണ്? ഈ ഹിന്ദുക്കളുടെ നിന്ന് പൈസ കിട്ടുന്ന അവസ്ഥ അറിയാലോ. ഒന്നുമില്ല അവരുടെ പണ്ട്, അവരുടെ ഇല്ല, ഹിന്ദുക്കളുടെ പണം ഇല്ല. മറ്റൊന്ന്, അവർ മറ്റുള്ളവരെ ഭയപ്പെടുന്നു. ഇപ്പം എൻ്റെ കൂടെ നടന്നാൽ അവനെ സംഖ്യയായിട്ട് മുസ്ലിങ്ങൾ വിചാരിക്കുമോ? വലിയൊരു ഭയമാണത്. ഏത് ഇപ്പോൾ അലി അക്ബറിനോട് സഹകരിച്ചാൽ, രാമസിംഹിനോട് സഹകരിച്ചാൽ സംഖ്യയാണെന്ന് വിചാരിക്കുന്നു, എൻ്റെ ലൈഫിനെ ബാധിക്കുമോ എന്നുള്ളതുകൊണ്ട് എല്ലാവരും വിട്ടുനിന്നു. പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മടിക്കുന്നു. അവർ രഹസ്യമായിട്ട് എന്നെ വിളിച്ച് പറയും, വരണം എന്നുണ്ട് അലിയ, ഞാനിങ്ങനെയല്ലേ, എന്ത് ചെയ്യും, ഇതുകൊണ്ടല്ലേ കഞ്ഞി കുടിക്കുന്നത്. അത് മുട്ടി എല്ലാവരും പേടിയാതാണ്, നടന്മാരുടെയും പേടിയാതാണ്. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട്, അതിന് മുന്നേ ആണെങ്കിൽ അമ്മയുടെയും ഫെഫ്കയുടെയും വിലക്കുള്ളത് കൊണ്ട് ഇപ്പം ആ വിലക്കൊക്കെ പോയി. ആ ഒരു വഴി വിജയകരമായിരുന്നു. ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നമ്മളൊരു സിനിമ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വിജയകരമായിരുന്നു. റിസ്ക് ആയിരുന്നു. പിന്നെ ഒന്നാമത്തത് ആ പീരീഡും കൂടി ആയിരിക്കണം, കൊറോണ പീരീഡിലാണ് അത് നടക്കുന്നത്. പക്ഷേ ദൈവസഹായത്തിൽ ഞാൻ പറഞ്ഞ ഈ ആത്മാക്കളുടെ സഹായത്തിൽ അത് പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഞാൻ സിനിമാറ്റിക് അല്ല, ഡോക്യുമെൻ്ററി ആണ്. അത് ഡോക്യുമെൻ്ററി തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം അങ്ങനെ കഥ പറയാൻ പറ്റുള്ളൂ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിൽ 2 കഥാപാത്രങ്ങൾ എടുത്തത് നമ്മൾ കവിതയിൽ നിന്ന് എടുത്ത 2 കഥാപാത്രങ്ങളും മറ്റേ ചാത്തനും സാവിത്രിയും, അത് കവിതയിൽ നിന്ന് എടുത്ത 2 കഥാപാത്രങ്ങൾ വെച്ചിട്ട് അത് അങ്ങനെയല്ലാതെ അങ്ങനെ പറയാം നമുക്ക് ഒരു വീട്ടിൽ സംഭവിക്കുന്ന 21 സംഭവിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാശ് പോക്കറ്റിൽ ഇടാം. പക്ഷെ അങ്ങനെ ഒരു വിമർശനം വന്നിരുന്നല്ലോ, ഇപ്പൊ ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നു, എന്നിട്ട് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കുന്നില്ല, ആളുകളോട് കണക്ക് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട്. ശരിക്കും ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരാണോ കണക്ക് ചോദിച്ചത്? ചോദിച്ചതൊക്കെ ജിഹാദികളാണ്. ആകെ ഇതിന്റെ കണക്ക് കൃത്യമായിട്ട് ആരെ ഏൽപ്പിക്കേണ്ടത്? ഇത് ഞാനും ചിദാനന്ദ സ്വാമിജിയാണ് എന്നെ ഏറ്റവും അതെ. അപ്പോൾ ചിദാനന്ദ സ്വാമിജി ആദ്യമേ എന്നോട് പറഞ്ഞ കാര്യം, ഇതൊരു ഹിന്ദുപക്ഷ സിനിമ ആവരുത്, നല്ല മുസ്ലിങ്ങളുണ്ടായിരുന്നു, അത് പറയണം, ഉള്ളതുപോലെ പറയണം. ഞാൻ ഓരോ മാസവും വരുന്ന എമൗണ്ട് അത് നേരെ തമ്പിലാക്കിയിട്ട് ആരടുത്തോട്ട് കൊടുക്കും, ഇപ്പോഴും ഉണ്ടത്. സ്വാമിജി സീൽ വെച്ചിട്ടുണ്ട്. പലരും ഇതുപോലെ സംഘപ്രസ്ഥാനമായിട്ട് ബന്ധമുള്ളവർ പോലും ഇത് ചോദിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു കണക്ക് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ മനസാക്ഷിക്ക് ബോധിപ്പിക്കേണ്ട ഒരാളെ സാർ ബോധിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് അത് അപ്പം എന്നോട് സ്വാമി ചോദിച്ചോ എന്തിനാ എൻ്റെ അടുത്ത് തരുന്നത്? ഞാൻ പറഞ്ഞു നാളെ ഇന്ന് ഞാൻ പറയാൻ ആൻസർ ചെയ്യാൻ ഞാനുണ്ട്, നാളെ ഞാൻ മരിച്ചു പോയാലോ, എൻ്റെ മക്കളെ വേണം, അത് ഇത്രയും കിട്ടിയിട്ടുള്ളൂ എൻ്റെ. അപ്പോൾ അത് അന്ന് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് അത് പൂർത്തിയായത്. കാരണം ഞാൻ എൻ്റെ വീട്ടിലെ സൈഡിലൊരു ഷെഡ് കെട്ടി ഇതിന് വേണ്ടിയിട്ട്, സെറ്റ് വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ തീർക്കില്ല. കാരണം എന്നിട്ട് പോലും അന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ഈ പറയുന്ന അന്ന് ഈ എന്താ ഈ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഈ കൊറോണ ഇൻസ്പെക്ടേഴ്സ്, അവർ വന്നിട്ട് ഞങ്ങൾ 50 പേരുണ്ട്, 50 പേരുടെ 50 പേര് വെച്ച് ഷൂട്ട് ചെയ്യാം. ഇവിടെ അന്ന് വിനയൻ്റെ പടം 300 പേരെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ 50 പേരുടെയും ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എൻ്റെ വീട്ടിന് മുറ്റത്തുണ്ട്. ആര് വന്നു അത് നോക്കിയിട്ട് പോലും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവസാനം തിരിച്ച് ഞാൻ വരട്ടെ, ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും. പോലീസ് SI വയനാട്ടിൽ ചെന്ന് ഷൂട്ട് ചെയ്തപ്പം ഒരൊറ്റ ദിവസം പോലും പോലീസ് വരാത്ത ദിവസം അല്ലാതില്ല. അവിടെ പറ്റില്ല. ഇവിടെ അവസാനം ഞാൻ പ്രൈവറ്റ് ഭൂമിയിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അവിടുത്തെ കുറിച്യരുടെയും കുറുമരുടെയും ഇത് പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്നെ ഈ 21 തീർക്കാൻ ഹെൽപ്പ് ചെയ്തത് കുറിച്യരും കുറുമരും ട്രൈബ്സുമാണ്. അതെങ്ങനെയാണ് അവർ ഹെൽപ്പ് ചെയ്തതെന്ന് പറയാൻ പറ്റുക? അവർക്ക് ഈ ചരിത്രം അറിയാം. അവർക്ക് ഈ ചരിത്രം അറിയാം. മാപ്പിള ചരിത്രം നന്നായിട്ട് അറിയാവുന്നവരാണ് അവിടുത്തെ കുറിച്യരും കുറുമരും. അവരെൻ്റെ കൂടെ നിന്നു. ഇപ്പോൾ ഈ ബാബു ബോയ്സിനെ കുറ്റം പറയുന്നവർ അതറിയില്ല. ചെട്ടിമാർ, അവിടുത്തെ അമ്പലവയൽ ഭാഗത്തുള്ള ചെട്ടിമാരുടെ എസ്റ്റേറ്റിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തത്. ഇത് ഈ ഒരു പറയുന്ന ഒരു ബഡ്ജറ്റിനുള്ളിൽ തീർക്കാൻ സാധിച്ചോ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടു. കടം വന്നില്ല, പക്ഷെ ഒരു സുഹൃത്ത് സഹായിച്ചു എന്നെ. അയാൾ 25 ലക്ഷം രൂപ തന്നു. ഒരു വ്യക്തി തിരിച്ചു കൊടുക്കണ്ടാത്ത
പൈസയാണ്. തിരിച്ച് ഞാൻ കൊടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞത് വേണ്ട, അത് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അത് കൊടുത്തിരുന്നത് ഞാൻ കടത്തിലാകുമായിരുന്നു. അദ്ദേഹം ഒരു 25 ലക്ഷം രൂപ തന്നു. പേര് പോലും വയ്ക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് തീർന്നത് ഒരു വ്യക്തിയുടെ. പിന്നെ കുറച്ച് നമ്മുടെ ഈ എന്താ പറയുന്നത് സന്യാസി സമൂഹത്തിൽ നിന്നുള്ള കുറച്ച് ഹെൽപ്പ് ഉണ്ടായി. നാളെ ഇപ്പം ക്രിയേറ്റേഴ്സ് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ഒരു വഴി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാർ അത് ഓക്കെ അങ്ങനെ ചെയ്തോ? നല്ലതായിരിക്കും. ഇന്നിപ്പോൾ ഭയങ്കര സങ്കടം എനിക്ക്. അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ആ സിനിമ ഒന്നും കൂടി ഗംഭീരമാക്കാമായിരുന്നു എന്നുള്ളത്. ഇനി കുറച്ച് രാഷ്ട്രീയമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സാറ് BJP നിന്ന് സാർ ഒരു സന്ദർഭത്തിൽ ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയല്ലോ. ഈ BJP ഇല്ലെന്ന് പറഞ്ഞു അതിൽ സ്ഥാനമാനങ്ങൾക്കോ നേതൃത്വത്തിനോ കൂടെ പോകും. എന്തുകൊണ്ടാണ്? അതൊരു പഴയ നേതൃത്വമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയമാണോ അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള വിഷയമാണോ? വ്യക്തിപരമായിട്ടുള്ള വിഷയം. വ്യക്തിപരമായിട്ടുള്ള പഴയ നേതാക്കളുമായിട്ടുള്ള വ്യക്തിപരമായ വിഷയം തന്നെയാണ്. കാരണം അവർ തുറന്നു പറയാല്ലേ. ഞാൻ കൊടുവള്ളിയിൽ മത്സരിക്കുന്നു. ഞാൻ ആ കൊടുവള്ളിയിൽ മത്സരിക്കുമ്പോൾ ഞാൻ ചെന്ന ഉടനെ അവിടുത്തെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു ഇവിടെ ഏറി വന്ന ഒരു 6000 വോട്ട്, അതിൽ കൂടുതൽ ഒരു വോട്ടും കിട്ടില്ല, അതുകൊണ്ട് സാർ ഇവിടെ നിന്ന് വന്ന് അങ്ങ് പോയാൽ മതി. ജഡ്ജ് ചെയ്ത് ആദ്യമേ പറയുവാണ്, അതിനുവേണ്ടി വേറൊന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു ഞാനാണ് കൺവീനർ, ഒരാളെ സ്ഥാനാർത്ഥി കഴിഞ്ഞ് കൺവീനറാണ്, ഞാൻ ഡിസൈഡ് ചെയ്യും, നിങ്ങൾ വർക്ക് ചെയ്യണം. അങ്ങനെ ഞാനും അവിടുത്തെ കുട്ടികളെയും കൂട്ടി വർക്ക് ചെയ്തു. 11,585 വോട്ട് കിട്ടി. 11,000 വെറും 6000 വോട്ടിൽ നിന്ന് ഡബിളായിട്ട്. അതോടുകൂടി പിന്നെ ഞാൻ അതെന്തുകൊണ്ടാണ് ആ പാർട്ടിക്ക് വിജയിക്കണം അല്ലെങ്കിൽ സ്ഥാനം അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെന്ന് പലരും പറയാറുണ്ട്? സത്യമാണോ? സത്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഈ ഇലക്ഷനിൽ ഇപ്പം അവരോട് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. എൻ്റെ വാർഡിൽ ഒരു പ്രവർത്തനം നടന്നില്ല, വാർഡ് കമ്മിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ BJP കാരനാണ് ഇപ്പോഴും. ഇത് ഒരു ബേസിക് തലത്തിലുള്ള പ്രവർത്തനം നടക്കാറില്ല. ഈ എന്താ പറയുക ബൂത്ത് കമ്മിറ്റികളില്ല. ഈ വരുന്ന മത്സരിക്കുന്നത് 5 കൊല്ലം കൂടുമ്പോൾ മത്സരിക്കുന്ന ചിലയിടത്ത് പണം ഉണ്ടാക്കാനാണ്. തുറന്നു പറയാലോ. ഇലക്ഷന്റെ പേരിൽ ഇവിടെ BJP ശരിക്കും ഫണ്ട് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇലക്ഷന് സെൻറ്ററിൽ നിന്ന് വരുന്നൊരു ഫണ്ടുണ്ട്. അതുകൂടാതെ പിരിവെടുക്കുന്നില്ലേ, അതാത് പ്രദേശത്ത് പിരിവെടുക്കുന്നില്ലേ, അതിലൊരു 10 ഒന്ന് ചിലവാക്കിയാൽ മതി. ജയിക്കണമെങ്കിൽ കൂടുതൽ മുഴുവൻ ചിലവാക്കണം. എത്ര കയ്യിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നു? ഈ ഒരു വിഷയം ശരിക്കും പാർട്ടിയുടെ ഉള്ളിൽ സംസാരിച്ചില്ലേ ഇത് പരിഹരിച്ചു പോകാൻ വേണ്ടി? ഇല്ല, കാരണം എല്ലാവരും കളിപ്പിട്ടാകുമ്പോൾ നമുക്ക് എന്തേലും പറ്റും. ആരോട് സംസാരിക്കാനാണ്? സാറ് ഇറങ്ങിയതിന് ശേഷം പാർട്ടിയിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. പാർട്ടിയുടെ നേതൃത്വം മാറി. അതുപോലെ തന്നെ സുരേഷ് ഗോപി സാറ് കേന്ദ്രമന്ത്രിയായി, MP ആയി, 3 MLA വന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. ഈ രീതിയിൽ പെട്ടെന്ന് പാർട്ടിക്ക് ഒരു വളർച്ച വരെ ഉണ്ടായി. ആ സമയത്ത് ഒരു നിരാശ തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. തിരുവനന്തപുരത്തെ വളർച്ച ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നതാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന BJP ഉണ്ടാക്കിയ വളർച്ചയാണത്. ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഹിന്ദു ഏകീകരണം എന്ന് ഞാൻ മാത്രമല്ല പറഞ്ഞത്, ഞാൻ പറയുന്നുണ്ട്, ശശികല ടീച്ചർ പറയുന്നുണ്ട്, സന്യാസി സമൂഹം പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദു ഏകീകരണം ഉണ്ടാകുന്നത് എങ്ങനെ BJPയുടെ വോട്ടായിട്ട് മാറുന്നത്? ഹിന്ദു ഏകീകരണമാണ് ഇപ്പൊ ശരിക്കും BJPയുടെ ജയത്തിന് ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി. അത് മാത്രമേ BJP ജയിച്ചു വരണമെങ്കിൽ ഹിന്ദു ഏകീകരണം ഉണ്ടായേ ഒക്കുള്ളൂ. അത് പറഞ്ഞതിനാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ പാലമായി നിൽക്കൂ, മുസ്ലിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് സാർ മുമ്പ് പറഞ്ഞിരുന്നു അവർക്ക് വേണ്ടത് ശരിക്കും രാമസിംഹനെ ആയിരുന്നില്ല, അലി അക്ബറിനെയായിരുന്നു അവർക്ക് വേണ്ടത്. സാറിന് എപ്പോഴാണ് അങ്ങനെ തോന്നിയത്? മുസ്ലിം ഞാൻ ഇതേ കാര്യം പറഞ്ഞു. ഞാൻ രാമസിംഹൻ ആയിട്ടില്ല എന്നുള്ളൂ. ഞാൻ പറഞ്ഞു 2004 ഗീത പഠിച്ച ആളാണ്. AKB കോഴിക്കോട് AKB നായരുടെ ശിഷ്യനായിട്ട് ഗീത പഠിച്ചത് 2004. അതിനുശേഷം ഞാൻ ഈ ധർമ്മവ്യവസ്ഥ തന്നെയാണ് പിന്തുടർന്നത്. പേര് മാത്രം അലി അക്ബർ എന്നുള്ളൂ. അപ്പോൾ അന്ന് ഉള്ള നേതൃത്വത്തോട്, പേര് ഞാൻ പറഞ്ഞില്ല, നേതൃത്വത്തോട് ഞാൻ പറഞ്ഞു ഇത് ഹിന്ദു ഏകീകരണം നടക്കാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെന്താ പറയുന്നത്? മുസ്ലിം ലീഗുകൾ വോട്ട് ചെയ്യാതെ ഇവിടെ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും അപ്പോൾ എന്താ നിങ്ങൾ അങ്ങനെ വരാൻ കാണും? ഞാൻ പറഞ്ഞു 40 കൊല്ലം മുസ്ലിമായിട്ട് ജീവിച്ച ആളാണ്. BJPയെ കുറിച്ചുള്ള മുസ്ലിമിൻ്റെ അഭിപ്രായം എന്താണെന്ന് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ആദ്യം ധരിച്ചു വെച്ചിരുന്നത് എങ്ങനെയാണ്? എന്താണ് എപ്പോഴെങ്കിലും മുസ്ലിങ്ങൾ BJP എന്നൊരു പാർട്ടിനെ RSS എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലെ RSS എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട സംഭവമാണെന്ന് പഠിപ്പിച്ച RSSകാരോട് മിണ്ടരുത്, RSSകാരെ കണ്ടാൽ തുപ്പണം, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെന്താ മദ്രസയെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഈ കലാകാരനായിട്ട് ക്ഷേത്രങ്ങളിലൂടെ നാടകം കളിച്ച് നടന്ന് ഹിന്ദുക്കൾ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണല്ലോ RSS എന്താണെന്ന് മനസ്സിലാക്കിയത്. അതിന് മുമ്പ് ഇങ്ങനെ ഒരു മാറ്റി നിർത്തലുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. ഇപ്പോഴില്ലേ
ഇപ്പം ഞാൻ ഇവിടെ RSS എന്ന് പറഞ്ഞിട്ടല്ലേ BJP എന്ന് പറഞ്ഞിട്ടല്ലോ ഇപ്പം മുസ്ലിം ലീഗ് പ്രശ്നം ഉണ്ടാക്കുന്നത്. RSSന്റെ പരിപാടിക്ക് ഗവർണർ പങ്കെടുത്തു, ഇതല്ലേ പറഞ്ഞത്, അല്ലാണ്ട് BJPയുടെ കാര്യമല്ല ഒന്ന്. അപ്പോൾ ഈ RSS എന്ന് പറയുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചുള്ള കേരള മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും എക്കാലം ഉപയോഗിച്ചത് RSSനെയാണ്. ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കും. എന്നാൽ BJP ഒരിക്കലും ഹിന്ദു സമൂഹത്തിനെ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ പരാജയം. BJP ഞാനെപ്പോഴും പറയാം, BJP ഈ ക്രിസ്ത്യൻ തിണ്ണതിരങ്ങാൻ വേണ്ടി പോകുന്നതിന് പകരം ഹിന്ദുവിൻ്റെ തിണ്ണതിരങ്ങുന്നു. ഹിന്ദു സമൂഹം എത്രമാത്രം ഉണ്ട് ഇവിടെ ഉണ്ട്. ഒരു പക്ഷേ ജാതീയമായിട്ടോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടോ ഒക്കെ ഈ സമൂഹത്തിലുള്ള ഹിന്ദു സമൂഹത്തിലുള്ള ആളുകൾ തന്നെ വിഭജിച്ച് നിൽക്കുന്നത് കൊണ്ട്. ഹിന്ദുവിനെ വിഭജിക്കുന്ന ആരാണ്? നമ്മളതിനല്ലേ. ഹിന്ദുവിനെ വിഭജിക്കുന്ന ഹിന്ദുവാണ്. മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ നന്നായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ തന്നെ ഒരു യൂണിറ്റി ഇല്ല. ഹിന്ദുവിനെ ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുവിനെ എങ്ങനെയാണ് നമ്മൾ ഒരുപ്പിക്കുക? ഇപ്പം ഞാനൊരു സംഘടന ഉണ്ട്, BJP ഉണ്ട്. ഞാനവിടെ അധ്യക്ഷനെ ഇരുത്തേണ്ടത് ഏറ്റവും താഴെ ആളെ ഇരുത്തണം വേണ്ടേ? ഓക്കെ. നമ്മുടെ സമൂഹത്തിന് കാരണം ഞങ്ങൾക്ക് ആരും അപ്രാപ്യനല്ല. ഇപ്പം മോദിജി താഴേക്കെട്ടുള്ള ആളല്ലേ, നമ്മുടെ പ്രസിഡന്റ് താഴേക്കെട്ടുള്ള ആളല്ലേ. അപ്പോഴാണല്ലോ നമുക്ക് ബഹുമാനം തോന്നുന്നത്. അതിവിടെയും വേണം. ഈ പറയുന്ന താഴെയുള്ള ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ BJPയിൽ വന്ന് ആദ്യം ആവശ്യപ്പെട്ട എന്താണെന്നറിയോ? ഈ കേരളത്തിലെ മുഴുവൻ ക്ഷേത്ര കലാകാരന്മാരെയും സംഘടിപ്പിക്കാന്നുള്ളതാണ്. വേണ്ടേ? ആയിരക്കണക്കിന് ക്ഷേത്ര കലാകാരന്മാർ ഒരാളും ഇല്ല. ഒരു അംഗീകാരം അവർക്ക് കൊടുക്കാറില്ല, ഒരു പെൻഷൻ ഇല്ല അവർക്ക്, കേന്ദ്രത്തിൽ നിന്ന് സഹായം ഇല്ല അവർക്ക്. ഞാൻ പറഞ്ഞു ലക്ഷങ്ങളുണ്ട് അവർ. ഒരു അമ്പലത്തിൽ വാദ്യം മുതൽ ഉള്ള കലാകാരന്മാരുടെ എണ്ണം നിർത്തി നോക്കൂ. ഏറ്റവും ചുരുങ്ങി 5 പേരുണ്ടാവും ഒരു കുഞ്ഞമ്പലത്തിൽ. തെയ്യക്കലാകാർ, ചെണ്ടക്കാർ, ഇങ്ങനെ തുടങ്ങി കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഒന്ന് സംഘടിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെയല്ലേ ഇപ്പം കലയിലൂടെയാണ് നമുക്കൊരാശയം ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരുപക്ഷെ ഇപ്പം നേതൃത്വം മാറിയതിനു ശേഷം ആ പാർട്ടിയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു പോക്ക് എന്നൊക്കെ പറയുന്നത് സാർ ഉദ്ദേശിക്കുന്ന ഒരു ശരിയായ ദിശയിലാണെന്ന് ആയിട്ടൊന്നുമില്ല. കാരണം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ പുറത്തു നിൽക്കുന്നു, ഒരു പുതിയ പ്രസിഡന്റ് വന്നു, എന്തിനാണ് ഞാൻ പുറത്തു നിർത്തിയതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ശരിയാ, അന്വേഷിക്കണ്ടേ? അദ്ദേഹം വന്ന സമയത്ത് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ, പുറത്തു പോയവരെയൊക്കെ നമ്മൾ തിരികെ കൊണ്ടുവരും എന്നുള്ളൊരു പ്രഖ്യാപനം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് മെയിൽ അയച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ വെച്ചിട്ട്. സാറിന്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടില്ല? എന്നെ വിളിച്ചു, എനിക്ക് എന്നെ അറിയ പോലുമില്ല പുള്ളിക്ക്. ഓക്കെ, എന്നെ അറിയ പോലുമില്ല. അപ്പോൾ ഈ പ്രസിഡന്റ്, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പ്രസിഡന്റ് എപ്പോഴാണ് പ്രസിഡന്റ് ആവുന്നത്? ഈ ഒരു ബൂത്ത് കമ്മിറ്റിയിലെ ഒരു ബൂത്ത് മെമ്പർക്ക് സാറേ എന്ന് വിളിക്കാൻ പറ്റണം ഫോണിൽ. ഒരു കാര്യമുണ്ട്, ഒരു വിഷയം. ഇതങ്ങനെയല്ല. ഇദ്ദേഹം ചിലപ്പോൾ പറയേണ്ടത് ജില്ലാ കമ്മിറ്റിയെ കുറിച്ചായിരിക്കും. അപ്പോൾ ഇവിടുന്ന് പറയും ജില്ലാ കമ്മിറ്റി എന്നൊരു കത്തും വാങ്ങിച്ചില്ല പറയും. ഇപ്പം സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എനിക്ക് ഒരു സംഗതി ജനങ്ങളെ അറിയിക്കണം, ഞാൻ നേരിട്ട് പറഞ്ഞാൽ മതി. സാർ ആ വഴിയാണ് ഇപ്പം കംപ്ലീറ്റ്ലി ചൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് കാരണം 10-15 വർഷമായിട്ട് ഇപ്പം ജാമിദ ടീച്ചറും ജബ്ബാർ മാഷൊക്കെ ഇപ്പം അടുത്ത കാലത്ത് വന്നത്. എത്രയോ വർഷം മുമ്പ് ഞാൻ ജനൻ TVയുടെ ഏറ്റവും വലിയ ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നതാണ്. ഇപ്പം എന്താ എന്നെ ജനൻ TVയിൽ വിളിക്കാത്തത്? ഓക്കെ, അപ്പം ഇവരൊരു ശരിക്കും പറഞ്ഞ ഒരു അജണ്ട വെച്ച് തന്നെ ഇങ്ങനെ ഒരു ഒഴിവാക്കലുകൾ നടക്കുന്നുണ്ടെന്ന് സാറിന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാരണം അവരെ പ്രവർത്തിക്കുന്നവരെ അവർക്ക് വേണ്ട, ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരെ വേണ്ട. ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരെ വേണമെങ്കിൽ അവരെ കൂട്ടിപ്പിടിച്ചാലേ കേരളത്തിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാവുള്ളൂ. അങ്ങനെ തന്നെ കേരളത്തിൽ ഒരുപാട് പേര് നാഷണൽ ആയിട്ടുള്ള BJPനെ മാത്രം നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയാണ്. ഞങ്ങൾ മോദിജി എന്നുള്ള ഒരു ഒറ്റ പേരിൽ മുകളിലാണ്. ഞങ്ങൾക്ക് നാഷണൽ മൂവ്മെന്റ് ഉണ്ടല്ലോ, നാഷണൽ നടത്തുന്ന മൂവ്മെന്റ്. അപ്പോൾ അതിന് ഉദാഹരണം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളായിരുന്നു തമിഴ്നാട്ടിലെ BJPയുടെ നേതൃത്വത്തെ അല്ലേ, അണ്ണാമല. എങ്ങനെയാണ് ബുദ്ധി വന്നത്? പക്ഷെ പെട്ടെന്ന് അണ്ണാമല പോകുന്നു. എന്താ അണ്ണാമല പോകുന്നത്? നമ്മളെപ്പോലെ അതെ. അപ്പം എനിക്ക് അതേ വികാരം എനിക്ക് തോന്നുന്നത്. അത് ഒരുപാട് പേര് അണ്ണാമലയ്ക്കും എനിക്കും സിമിലർ ഫീലിംഗ് ആണെന്ന് ഒരുപാട് പേര് എനിക്കുണ്ടായ അതേ ഫീലിംഗ് ആണ്. ഞാൻ വിട്ടുപോകുന്നത് എങ്ങനെയാണ്? അണ്ണാമലയുടെ അതേ ഫീലിലാണ് ഞാൻ വിട്ടുമാറിപ്പോകുന്നത്. ഇപ്പൊ നാളെ എപ്പോഴെങ്കിലും നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും സാർ തിരിച്ചു വരണം എന്നൊരു അപ്രോച്ച് ഉണ്ടാവും. ഞാൻ രാഷ്ട്രീയത്തിലാണ്, പക്ഷെ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തു. ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തും ഞാൻ എന്തുമാത്രം ട്രോള് മറ്റേ വീഡിയോസ് ഉണ്ടാക്കി വിട്ടു. ഞാൻ ഹൈന്ദവർ ഒന്നിക്കണം എന്ന് പറയുന്നു, ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ക്ഷേത്രങ്ങളിലൂടെ ഞാൻ പോകുന്നു, പ്രഭാഷണം നടത്തുന്നു. ഇതെൻ്റെ ജോലി. ഇവിടുത്തെ ഒരു BJP നേതാവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് BJPക്ക് വേണ്ടിയിട്ട്.
അതൊരു പക്ഷേ ഈ നാഷണലിസം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്, വേറെ ഒന്നും നോക്കുന്നില്ല. നാഷണലിസമാണ് വേണ്ടത് നമുക്ക്. നാഷണൽ ഗ്രോത്ത് ആണ് നമ്മുടെ. അതിലിപ്പോൾ സംഭവിച്ചത് ബി ജെ പിക്കുള്ള ഒരു ഏറ്റവും വലിയ കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. അത് മോദിനെ ഞാൻ കുറ്റം പറയും. 12 വർഷമായി ഇപ്പോൾ ബി ജെ പി പിടിക്കാൻ തുടങ്ങിയിട്ടില്ലേ? സാംസ്കാരിക വകുപ്പ് ബി ജെ പി എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്? അത്ര വലിയ ശ്രദ്ധ കൊടുത്തതായിട്ട് തോന്നുന്നില്ല. ഇല്ല. ഇപ്പോൾ ഞങ്ങളുടെ ഈ സെൻസർ ബോർഡിൻ്റെ ചെയർമാൻ ഉണ്ട് ഒരാൾ, അയാൾ പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. നാഷണൽ ലെവൽ അർബൽ നെക്സ് ഇപ്പോഴാണ് മാറ്റിയത്. മാറ്റിയതല്ലേ അയാൾ മാറ്റിയത് അങ്ങോട്ടാ. എന്താ മറ്റേ ഇതിലെ റേഡിയോ മറ്റേ വികാസ് എന്ത് ഭാരതിയാ അവിടെയൊക്കെ ഉയർത്തിയത്. ഈ കലാകാരന്മാരാണ് ഒരു രാഷ്ട്രീയത്തിന് അടിത്തറയിടുന്ന ഏറ്റവും വലിയ ഘടകം. ഇപ്പം കേരളത്തിലാണെങ്കിൽ KPSC കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നത് കലകളിലൂടെയല്ലേ, നാടകങ്ങളിലൂടെയല്ലേ. അതെ, ആ ഒരു ഇൻഫ്ലുവൻസ് ഒരിക്കലും ബി ജെ പിക്ക് ചെയ്യാനായിട്ട് BJP-യുടെ കൂടെ വന്ന കലാകാരന്മാരൊക്കെ ഇട്ടിട്ട് കൂടി. കാരണം എന്താ, അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഒരു കലാകാരൻ സ്റ്റേജിലേക്ക് കടന്നു വരുമ്പം കയ്യടി കുറച്ച് കൂടുതൽ വരും. അതിപ്പോഴത്തെ ഈ രാഷ്ട്രീയക്കാരൻ അത് ഇഷ്ടാവില്ല. സുരേഷ് ഗോപി വരുമ്പോ കുറച്ചധികം കയ്യടി ഉണ്ടെന്നുള്ളത് തന്നെ ഒരു രാമസിംഹം വരുമ്പോഴും അതുപോലെ കയ്യടി ഉണ്ടാവാറുണ്ട്. നന്നായി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. കേരളം മുഴുവൻ പോയി സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ പ്രസംഗം കാണുന്ന ആൾ കൂടുമായിരുന്നു. അതാണ് പ്രശ്നം. ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ മാത്രം വളർന്നാൽ മതി, മറ്റുള്ളവർ വളരണ്ട എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി എല്ലാ ഭാഗത്തും ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടാവണം, അല്ലെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും ഓരോ റിസൾട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തിരുവനന്തപുരം എടുക്കുക. തിരുവനന്തപുരം ഞാൻ ജീവിച്ചതാണ്. തിരുവനന്തപുരം ഒരു ഹിന്ദു ഏരിയ ആണ്. അവിടെ പണ്ടേ പല പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് ഹിന്ദു ഏകീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഒന്ന് മറ്റേ ചാല കലാപം, പൂന്തുറ കലാപം ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന ജിഹാദിസത്തിനിടെ എതിരെ ആൾറെഡി അവിടെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം കൂടെയാണ് പലതും. അത് ബി ജെ പിക്ക് ഗുണമായിട്ടാണ് അവിടെ ജയിക്കുന്നത്. അതേസമയത്ത് മറ്റൊരു ജയമുണ്ട് നമ്മുടെ മറ്റേ അത് ജയമാണ് പ്രവർത്തനം. അതാവാനാണ് ഞാൻ പറയുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായിരുന്നു. അത് എല്ലാവർക്കും പറ്റും. ഇപ്പൊ കുന്നമംഗലത്ത് പറ്റും, കോഴിക്കോട് പറ്റും, എൻ്റെ മറ്റേ മണ്ഡലത്തിൽ പറ്റും. അങ്ങനെ പറ്റുന്ന മണ്ഡലങ്ങളുണ്ട്. പക്ഷേ എഴുതി തള്ളിയിരിക്കുക. ഇനി ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായിട്ടാണെങ്കിലും ഒരു ക്ഷണം വന്നു കഴിഞ്ഞാൽ തിരിച്ച് ബി ജെ പിയിലേക്ക് ഒരു എൻട്രി ഉണ്ടാവുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ബി ജെ പിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. രാജിവെച്ചല്ലോ. അത് സ്ഥാനമാനങ്ങളല്ലേ. മെമ്പർഷിപ്പ് രാജിവെച്ചിട്ടില്ല. മെമ്പർഷിപ്പും രാജിവെച്ചിട്ടുണ്ട്. മെമ്പർഷിപ്പിലൊന്നും കാര്യമില്ല. നമ്മുടെ മനസ്സുകൊണ്ട് ഇപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് സംഖ്യ തന്നെയാണ്. ഇപ്പോഴും സംഖ്യ തന്നെയാണ്. ആരെങ്കിലും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഷെയ്മോ. ഇപ്പോഴും അത് തന്നെ എന്നെ വിളിക്കുന്ന പരട്ട സംഖ്യ എന്നാ വിളിക്കുക. എനിക്ക് എന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കൂ, അതിൽ വരുന്ന തെറികൾ എത്രയാന്നുള്ളത്. എപ്പോഴെങ്കിലും ഈ BJP വർക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. BJP-ക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. വലിയൊരു ഫേസ്ബുക്ക് റിയാക്ടർ എന്ന പേരും കൂടി വന്നിട്ടുണ്ടല്ലോ. നല്ല രീതിയിൽ മെസ്സേജ് കമന്റുകൾ ഇടുന്ന ആൾക്കാർക്കൊക്കെ റിപ്ലൈയും കൊടുക്കും. അപ്പം അതിൽ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും കളഞ്ഞിട്ട് പോവാം, ഇതൊക്കെ നിർത്തിയിട്ട് സമാധാനമുള്ള എന്തെങ്കിലും പണിക്ക് പോവാം. ഇല്ല, ഇതിപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. കാരണം ഇപ്പം ഞാൻ ഒരു AI ചെയ്യുമ്പം ഒരു സംഗതി റെൻഡറിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ ഒരു 20-30 മിനിറ്റ് എടുക്കും. അപ്പം നോക്കും, പഠിക്കും, അപ്ഡേറ്റ് ആയിട്ടിരിക്കാനായിട്ട് ടൈം കിട്ടും. പിന്നെ യുവത്വം സൂക്ഷിക്കണ്ടേ. എന്താണ് ഇനി അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു ഭാവി ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അതിനെ കുറിച്ച് പറയാതിരിക്കാം. ഇപ്പൊ ഞാൻ പറട്ടെ, അത് നാത്തൂനും അമ്മായിയമ്മ പോരും. അമ്മയല്ല, അമ്മായിയമ്മയായി. ഒരു കഷ്ടമാണ് ഞാൻ പറയുമ്പം. ഇപ്രാവശ്യം ആ സ്ത്രീകളെ പുകച്ച് പുറത്തടിച്ചതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ കേട്ടോ. ഒരു സ്ത്രീ നേതൃത്വം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കര രീതിയിലുള്ള മാറ്റങ്ങൾ ഇതിനകത്തുള്ള പ്രശ്നം പറഞ്ഞു. ഇപ്പം അത് നമുക്ക് ചാനലിൽ പറയാൻ പറ്റില്ല, എങ്കിൽ പോലും പറയാം. സ്ത്രീകളെ ഒരുമിച്ച് നിർത്താണ്ട് ഈ സ്ത്രീകൾക്കിടയിൽ ഈ സ്ത്രീകളെ തന്നെയാണ് ഉപയോഗിച്ചത് മറ്റുള്ളവർ ഇതിനകത്ത്. കുത്തിത്തിരിപ്പുണ്ടാക്കാനല്ലേ.